ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ. 2025 കൂടെ കാണുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2024 വലിയവനായ ദൈവം എത്രയോ അത്ഭുതകരമായ രീതിയിൽ നമ്മളെ നടത്തുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്തു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. 19-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 7 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ദ പീപ്പിൾ എഗ്രി ടു ഒബേ ദ കവനൻറ്റ്. വലിയവനായ ദൈവത്തിൻ്റെ നിയമങ്ങളെ ആ ജനങ്ങൾ അവർ അനുസരിക്കാം എന്ന് ദൈവസന്നിധിയിൽ അവർ സമ്മതിക്കുകയായിരുന്നു ചെയ്തത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, God wants all believers to make a public confession of faith. വലിയവനായ ദൈവം ഓരോരോ വിശ്വാസികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവർ പരസ്യമായിട്ട് നമുക്ക് ദൈവത്തിലുള്ളതായ വിശ്വാസത്തെപ്പറ്റി ഏറ്റുപറയുന്നവർ ആയിരിക്കണം. നമുക്കതൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു. യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസ്സിൽ നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്തു. ജനത്തിൻ്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. ഇവിടെ നാം കാണുന്നത് വലിയവനായ ദൈവം മോശയുമായിട്ട് സംസാരിക്കുകയും ആ സംസാരം മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ച് യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരോട് പറഞ്ഞു കേൾപ്പിച്ചു. നോക്കുക, മോശയുടെ നല്ലൊരു സ്വഭാവവിശേഷത നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ് മോശയെ നാം കാണുന്നത്. അപ്പോൾ അത് ദൈവം അവരോട് പറഞ്ഞത് ഒക്കെയും യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങൾ ഒക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു പുള്ളിക്കോ വള്ളിക്കോ വ്യത്യാസമില്ലാതെ ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപോലെ സംസാരിക്കുക. എന്നാൽ ഇന്ന് നമുക്ക് വിശ്വാസഗോളത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം പറയാത്ത അനേക കാര്യങ്ങൾ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുവാനും പേരുണ്ടാക്കുവാനും പണസമ്പാദനത്തിനുമായിട്ട് ചെയ്യുന്ന അനേക പ്രവാചകന്മാരെന്ന പേരിൽ അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവർക്കൊക്കെയും മോശ നല്ലൊരു മാതൃകയായിരിക്കട്ടെ. വലിയവനായ ദൈവം പറയുന്ന കാര്യം, ദൈവം കൽപ്പിക്കുന്ന കാര്യം മാത്രം ജനങ്ങളോട് സംസാരിക്കുക. അത് ഒന്നും വിട്ടുകളയാതെ ഉള്ളത് മുഴുവനും അത് പറയുന്നവർ ആയിരിക്കണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവം. അതിനുശേഷം നാം കാണുന്നത് 7-ാമത്തെ വാക്യത്തിൽ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. 8-ാമത്തെ വാക്യത്തിൽ യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ മോശ ജനങ്ങളുടെ പ്രത്യേക സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശ എന്ത് അവരോട് പറഞ്ഞോ അത് മുഴുവനും അവർ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നവരായിരിക്കണം. ദൈവം നമ്മോട് സംസാരിക്കുകയും ദൈവവചനത്തിലൂടെ ദൈവദാസന്മാർ സംസാരിക്കുന്നതായ കാര്യങ്ങൾ നാം ശ്രദ്ധാലുക്കളായിട്ട് അത് ശ്രദ്ധയോടുകൂടെ നാം കേൾക്കുന്നവരായിരിക്കണം. പലപ്പോഴും നാം
ദൈവവചനം കേൾക്കുന്നതായ സമയത്ത് ദൈവവചനത്തിന് വേണ്ടുന്നതായ മഹത്വമോ ദൈവവചനത്തിന് വേണ്ടുന്നതായ വലിപ്പമോ കൊടുക്കാതെ നാം നിസ്സാരമായ രീതിയിൽ പകുതി കേട്ട് പകുതി കേൾക്കാത്ത രീതിയിൽ നാം പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഇസ്രായേൽ മക്കളുടെ നല്ലൊരു സ്വഭാവം എന്ന് പറയുന്നത്, ദൈവം മോശയോട് പറഞ്ഞ കാര്യം മോശ വന്ന് ജനത്തോട് പറഞ്ഞപ്പോൾ അവരെല്ലാം നന്നായി കേട്ടു. അതുകൊണ്ടാണ് അവർ പറയുന്നത്, യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾ അനുസരിക്കും. നോക്കുക, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, എത്ര നല്ല ഒരു അനുസരണ മനോഭാവം നമുക്ക് ഈ ജനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു അനുസരണ മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വിജയകരമായ രീതിയിലുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ദൈവം ഡയറക്റ്റ് പ്രവാചകന്മാരോടോ അല്ലെ ദൈവമക്കളോടോ സംസാരിക്കുന്നില്ല. ദൈവം പറയുവാനായിട്ടുള്ളതായ കാര്യങ്ങളെല്ലാം സത്യവേദ പുസ്തകത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ആരാഞ്ഞ് ദൈവം എന്താണോ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മോട് എന്താണോ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മോട് എന്ത് ചെയ്യുവാനാണോ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധയോടുകൂടെ കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം. ഇസ്രായേൽ മക്കളെ പോലെ, കർത്താവേ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അനുസരിക്കും. അതാണ് ഒബേ. കർത്താവിനെ അനുസരിക്കുക, ദൈവവചനത്തെ അനുസരിക്കുക, ദൈവവചനം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ ചെയ്യുക. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥയാണ് ഇസ്രായേൽ മക്കളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം വീണ്ടും പറയുന്നത്, മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. അപ്പോൾ ആദ്യമേ യഹോവ പറഞ്ഞ കാര്യങ്ങൾ ജനത്തോട് വന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ജനം പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തോട് ചെന്ന് പറയുകയാണ്, യഹോവയോട് ചെന്ന് പറയുകയാണ്. നോക്കുക, എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സംബന്ധമാണ് വലിയവനായ ദൈവവുമായിട്ട് ഉള്ളത്. എത്ര മാതൃകാപരമായ ഒരു മധ്യസ്ഥ പ്രവർത്തനമാണ് ഈ മോശ ചെയ്യുന്നത്. എന്നാൽ പ്രിയ വിശ്വാസികളെ, ഇന്ന് നമ്മളെയും യഹോവയുടെയും ആ മനുഷ്യരുടെയും ഇടയിൽ ദൈവം ഒരു മധ്യസ്ഥനായിട്ട് ഇടവിൽ നിൽക്കുവാനായിട്ട് നമ്മെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ നമ്മെ ആക്കിയിരിക്കുന്നതായ ആ കാര്യങ്ങൾ നാം എത്ര വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. അപ്പോൾ മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. 9-ാമത്തെ വാക്യത്തിൽ, യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാനിതാ മേഘതമസിൽ നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്തു. ജനത്തിൻ്റെ വാക്ക് മോശ അവരോട് ബോധിപ്പിച്ചു. നോക്കുക, അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ മോശയെ ദൈവദാസനാണ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയും മോശയുടെ വാക്ക് അവർ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടിയും വലിയവനായ ദൈവം പറയുകയാണ്, ഞാൻ മേഘതമസിൽ നിൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്തിനു വേണ്ടിയാ? നിന്നോട് ഞാൻ ഡയറക്റ്റ് സംസാരിക്കുവാൻ പോകുകയാണ്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ശബ്ദം മറ്റുള്ളവർ കേൾക്കുമ്പോൾ, ജനങ്ങൾ കേൾക്കുമ്പോൾ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തുവെന്നും നിന്നിൽ വിശ്വാസം ഉറപ്പിക്കേണ്ടതിനും നീ യഹോവയുടെ വാക്കുകളാണ് പറയുന്നത് എന്നും അവർ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി വലിയവനായ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് വന്ന് ദൈവം നമ്മോട് എന്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ച് കേട്ട് നാം ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നവരായിരിക്കണം. അവരെ ആത്മീയ ഗോളത്തിലേക്ക് നാം കൊണ്ടുവരുന്നവരായിരിക്കണം. അങ്ങനെയുള്ള വലിയൊരു ശുശ്രൂഷയാണ് വലിയവനായ ദൈവം പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്കും തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മോശയെ പോലെ നാം ദൈവസന്നിധിയിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ജനങ്ങളെ അറിയിക്കുക. മാത്രമല്ല, ഇസ്രായേൽ മക്കളെ പോലെ മോശ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ട് അവരനുസരിക്കാമെന്നുള്ളതായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഈ 2025 തുടങ്ങിയ ഈ സമയങ്ങളിൽ നമുക്കും ഇതുപോലെ വലിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ നമുക്ക് ഇസ്രായേൽ മക്കളെ പോലെയുള്ള ഒരു തീരുമാനമെടുത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.